ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതൊക്കെ അഭിമാനമുള്ളവർക്ക് പറഞ്ഞതല്ലേ? അഭിമാനം ഇല്ലാത്തവർക്ക് എന്ത് മാനം? അനുഭവിച്ചോളൂ. ഒരു മാറ്റത്തിന് വേണ്ടി ചെയ്തതല്ലേ നിങ്ങൾ? നാവ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നട്ടല് കൂടി വേണം. LDF-ന് അതുണ്ടായിരുന്നു, പിണറായിക്കും. UDF-നും സതീശനും അതില്ലാതായിപ്പോയി. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല കോൺഗ്രസ്. പോകുന്ന മാടിന്റെ പുറത്ത് കുത്തിവെക്കുന്ന പോലത്തെ ചാപ്പ കുത്തിവെക്കുന്നത് ഇത് സൗജന്യം കിട്ടിയതാണ് എന്ന് വിളിച്ചു പറയുന്നത്. അവന്റെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്നൊരു കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അതിന് മുന്നിൽ ഈ ചാപ്പയുണ്ടാകും എന്നതൊരു പ്രശ്നമാണ്. ഒരു എംബ്ലം, ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ലോഗോ അതിൻ്റെ അകത്ത് അവർ കണ്ടീഷനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അല്ല, അത് MOU വെക്കുമ്പോൾ അത് അംഗീകരിക്കേണ്ടി വരും. വീട്ടിലേക്ക് വിവാഹാലോചനയ്ക്ക് വരുന്ന ആളുകൾക്ക് മുന്നിൽ അവരെ ക്ഷണിക്കാൻ ഈ ചാപ്പയുണ്ടാകും എന്നത് പ്രശ്നമാണ്. അപ്പോൾ ഇല്ലാത്തവന്റെ ബുദ്ധിമുട്ടുകൾ, കോടികളുടെ ആസ്തി ഉണ്ടാവുകയും ഒരു രൂപയുടെ കടവും ഇല്ലാത്തവർക്ക് മനസ്സിലാകണമെന്നില്ല. അവിടെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് അവരുടെ വീടാണ്. ആ വീട് അവരതാണ്. അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും അതിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവകാശമാണല്ലോ, ഔദാര്യമല്ല. ഇപ്പോ അങ്ങനെയുള്ള അഭിമാന പ്രശ്നങ്ങളെ കണക്കിലെടുക്കാൻ കഴിയുന്നത് കൂടി ചേരുന്നതാണ് പൊതുപ്രവർത്തനം എന്ന് വിചാരിക്കുന്നു. അപ്പോ അതിലൊരു ഫോട്ടോ പതിക്കുന്നതല്ലേ അതിന്റെ പേരിൽ പണം വേണ്ടതില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ ദാനം കിട്ടുന്ന പശുവിന്റെ പല്ലെണ്ണി നോക്കേണ്ടതില്ല എന്ന് പറയുമല്ലോ. ആ അവസ്ഥ സാധാരണക്കാർക്ക് വോട്ട് ചെയ്തവൻ ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു മിനിമം അവന്റെ അഭിമാന ബോധത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ മനുഷ്യത്വമൊക്കെ പ്രകടിപ്പിക്കാം എന്നുകൂടി പറഞ്ഞു വേണം എന്ന് തോന്നുന്നു.